തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. മഞ്ചേരി കാരക്കുന്നിൽ 18-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആമയൂർ സ്വദേശിയായ ഷൈമ സിനിവറാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5:30-യോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഷൈമയുടെ നിക്കാഹ്. ഇതിനു പിന്നാലെയാണ് ഷൈമയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹ ചടങ്ങുകൾ അടുത്ത ദിവസം നടക്കാനിരിക്കെയാണ് മരണം. സംഭവത്തിൽ നിക്കാഹിന് പെൺകുട്ടിക്ക് സമ്മതക്കുറവുണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഷൈമയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ആമയൂർ റോഡ് പുതിയത്തു വീട്ടിൽ പരേതനായ ഷർഷ സിനിവറിൻ്റെ മകളാണ് ഷൈമ. 2 വർഷം മുമ്പ് പിതാവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു. പിതാവ് മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കാരക്കുന്നിലെ വീട്ടിലായിരുന്നു ഷൈമയുടെ താമസം. വീടിൻ്റെ ടെറസിലുള്ള കമ്പിയിൽ കഴുത്തിൽ ഷാള് ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. വീടിന് സമീപത്തുള്ള 19-കാരനായ ഒരു യുവാവുമായി പെൺകുട്ടി ഇഷ്ടത്തിലായിരുന്നു. ഇയാളെ വിവാഹം കഴിക്കണമെന്ന് കുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. മറ്റൊരാളുമായുള്ള വിവാഹമാണ് വീട്ടുകാർ ഉറപ്പിച്ചത്. ഷൈമ മരിച്ചതറിഞ്ഞ അയൽവാസിയായ ആൺസുഹൃത്ത് കൈഞ്ഞരമ്പ് മുറിച്ച് മരിക്കുവാൻ ശ്രമിച്ചു. 19-കാരനായ ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യുവാവ് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. യുവാവ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് വിദ്യാർത്ഥിയാണ്. കാരക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠനത്തിന് ശേഷം PSC പരീക്ഷാ പരിശീലനം നടത്തുകയായിരുന്നു ഷൈമ സിനിവർ. ആൺസുഹൃത്തായ 19-കാരനെ വിവാഹം കഴിക്കാനായിരുന്നു പെൺകുട്ടിക്ക് ആഗ്രഹമെന്നാണ് സൂചന. താല്പര്യമില്ലാത്ത വിവാഹം നടന്നതിൻ്റെ മനോവിഷമത്തിലായിരുന്നു പെൺകുട്ടിയെന്നും ഇതേ തുടർന്ന് ജീവനൊടുക്കിയതെന്നാണ് പ്രാഥമിക നിഗമനമെന്നും പോലീസ് പറയുന്നു. ഷൈമയുടെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് കാരക്കുന്ന് വലിയ ജുമാ മസ്ജിദിൽ ഖബറടക്കും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ടെന്നാണ് വിവരം. വീട്ടുകാരുടെയും അയൽക്കാരുടെയും മൊഴി ശേഖരിച്ചിട്ടുണ്ട്. സുനീറയാണ് ഷൈമയുടെ മാതാവ്. തസ്നി സിൽവർ, നിഷാൽ എന്നിവരാണ് സഹോദരങ്ങൾ. ന്യൂസ് ഡെസ്ക്, മഞ്ചേരി.